അതും ആദ്യം മയക്കുവെടി ഇതാ വെച്ചിരിക്കുകയാണ്. ഈ കാലിൽ പിൻഭാഗത്തെ വലതു കാലിലാണ് ഇപ്പോൾ ഇതാ പിന്നിലെ വലതു കാലിലാണ് ആദ്യം മയക്കുവെടി വെച്ചിരിക്കുന്നത്. ഡോക്ടർ ഇതാ മയക്കുവെടി വെച്ച് ആദ്യത്തെ നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആന കുറച്ചുകൂടി അക്രമാസക്തനായിക്കൊണ്ട് പല ഭാഗത്തേക്കും നീങ്ങുന്നുണ്ട്. ഇതാ ആന കൂടുതൽ അക്രമാസക്തനാകുന്ന കാഴ്ചയാണ്. കാരണം മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ആന കൂടുതൽ അക്രമാസക്തനാകാനുള്ള സാധ്യതയുണ്ട്. സമീപത്തെ മതിലടക്കം തകർക്കുമോ എന്നുള്ള ഭയമുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ വാർത്താ സംഘത്തെ അടക്കം ഇപ്പോൾ മാറ്റി നിർത്തേണ്ട സാഹചര്യമുണ്ട്. അതിനാൽ ആ ഭാഗത്തുള്ള ആളുകളെയൊക്കെ മാറ്റുന്ന നിലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ആളുകൾ ഓടുന്നത് കാണാം. ഇപ്പോൾ ആന കൂടുതൽ പരിഭ്രാന്തനായിക്കൊണ്ട് പല ഭാഗത്തേക്ക് തിരിഞ്ഞോടുകയാണ്. കൂടുതൽ അക്രമാസക്തനായി എന്നുള്ളതാണ്. മയക്കുവെടി വെച്ചതോടെ വീണ്ടും ആ വാഹനങ്ങൾക്കരികിലേക്കുമൊക്കെ ആന ചിതറിയോടി പരിഭ്രാന്തനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി വെച്ച് കുറച്ച് സമയം ഇത്തരത്തിൽ തുടരുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആനയ്ക്ക് കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാവും. മയക്കുവെടി വെക്കുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് എല്ലാ ഭാഗത്തേക്കും ആന ചിതറി ഓടിക്കൊണ്ട് കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കും. ഇപ്പോൾ ആ വാഹനത്തെ വീണ്ടും തകർത്തുകൊണ്ട് ആ പന്തലിന് അകത്ത് കിടക്കുന്ന വാഹനത്തെ തകർത്ത് മാറ്റുകയാണ്. തുടർച്ചയായി ആ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയാണ്. ഇപ്പോഴത്തെ വാഹനം കുത്തിമറിച്ചിട്ട ശേഷം അതിനെ കൂടുതൽ നശിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ ഒരു സ്വിഫ്റ്റ് കാറിന് പൂർണ്ണമായി നശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനു മുമ്പ് നിരവധി വാഹനങ്ങൾ ബൈക്കുകളടക്കം നശിപ്പിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിനകത്ത് പണിക്കാരുണ്ടായിരുന്നു. അവരുടെ വാഹനമാണ്. പല വിധത്തിലുള്ള പണികൾ ഈ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലാണ് ഇവിടെ ഉത്സവം മറ്റു പരിപാടികളൊക്കെ നടക്കേണ്ടത്. അതിനാൽ തന്നെ അതിൻ്റെ പണിക്കാർ ഈ ക്ഷേത്രത്തിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വാഹനങ്ങൾ പുറത്ത് ഒരുവിധം നിറയെ നിർത്തിയിട്ടിരുന്നു. ആ വാഹനങ്ങളാണ് ഇപ്പോൾ ഇതാ ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത്. നിരവധി ബൈക്കുകളാണ് തകർന്നിരിക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂറോളമായി ഇതേ സ്ഥിതിയാണ്. ഇപ്പോഴാണ് മയക്കുവെടി വെക്കാനായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ കൊണ്ടുവന്ന ആനയായിരുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാനെത്തിയ ആന ക്ഷേത്രത്തിനകത്തേക്ക് കയറും മുൻപ് തന്നെ വിരണ്ടോടുകയായിരുന്നു. അപ്രതീക്ഷിത നീക്കത്തിൽ പാപ്പാന്മാരും ആകെ പരിഭ്രാന്തിയിലായി. ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോഴാ 1.5 മണിക്കൂറിന് ശേഷമാണ് ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആന മയക്കുവെടി വെച്ചതിൻ്റെ ആ ഒരു ആലസ്യത്തിൽ കൂടുതൽ പരിഭ്രാന്തനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തേക്കും ചിതറി ഓടുകയാണ്. വാഹനങ്ങൾ നേരത്തെ കുത്തി മലർത്തിയിട്ട വാഹനങ്ങൾ വീണ്ടും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ ഒരു തെങ്ങിനോടടക്കം അതിൻ്റെ അരിശം അത് തീർക്കുന്നുണ്ട്. നേരത്തെ നിരവധി വാഹനങ്ങളാണ് തകർത്തെറിഞ്ഞിരുന്നത്. പാപ്പാനെയും ഒപ്പം ഈ ലോറി ഡ്രൈവറെയും ഗുരുതരമായി തന്നെയാണ് ആന പരിക്കേൽപ്പിച്ചത്. ഈ ലോറി ഡ്രൈവർ തൽക്ഷണം മരിക്കുന്ന സാഹചര്യമായിരുന്നു. ഈ മൃതദേഹം എടുക്കാൻ പോലും കഴിയാത്ത നിലയിൽ ആന അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോഴാ മയക്കുവെടി വെക്കാനായത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും ആന ശാന്തനായിട്ടില്ല. ഇപ്പോഴും ഈ അക്രമാസക്തനായ സ്വഭാവം തുടർന്നുകൊണ്ട് വാഹനങ്ങൾ കുത്തി മലർത്തിയിടുന്നത് വീണ് കിടന്ന ബൈക്കാണ്. അത് വീണ്ടും തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് അത് ചവിട്ടിപ്പൊട്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. മരത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് ആന നിലവിൽ. ഷബാസ് ഒരൽപ്പം ശാന്തനായിട്ടുണ്ടോ? മധു ഒരൽപ്പം ശാന്തനായി എന്ന് തോന്നിക്കുന്നുണ്ട്. പക്ഷേ പല സമയങ്ങളിലും നേരത്തെയും ഇതേപോലെ ആന ഒരു ഭാഗത്ത് കുറച്ച് സമയം സെക്കൻഡുകളോളം നിലയുറപ്പിക്കുമെങ്കിലും തൊട്ടടുത്ത നിമിഷം അപ്രതീക്ഷിതമായിക്കൊണ്ട് പല ഭാഗത്തേക്കും തിരിഞ്ഞോടി പല ആക്രമണങ്ങളും നടത്തുന്നതാണ് നമ്മൾ ഇത്ര നേരം 1.5 മണിക്കൂറോളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അല്പം ശാന്തനായി എന്ന് വെച്ച് പൂർണ്ണമായും അത് ശാന്തനായി എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ശക്തി കൊണ്ട് കുറച്ച് സമയത്തേക്ക് അത് അക്രമാസക്തനായിക്കൊണ്ട് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താനൊക്കെ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അതിൻ്റെ ഒരു മയക്കുവെടിയുടെ മരുന്നിൻ്റെ ശക്തിയിലാണോ അത് മയങ്ങിയത് എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. അതെന്തായാലും കൂടുതൽ സ്വീകരണം വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും അക്രമാസക്തനായിക്കൊണ്ട് തന്നെ നിലയുറപ്പിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.